ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഒളിമ്പസിന്റെ ശുഭദാമ്പത്യത്തില് 4-ാമത്തെ അധ്യായം വിനിമയവും സഹകരണവും എന്നുള്ള പാഠത്തില് 2-ാം ദിവസം പെരുമാറ്റങ്ങളെ ക്രമീകരിക്കൽ എന്നുള്ളതാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഓർഡറിംഗ് ബിഹേവിയർ എന്നാണ് അതിന്റെ പേര്. അതിനെ കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ്: ഓർഡറിംഗ് ബിഹേവിയർ ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ഓർഡറിംഗ് കമ്മ്യൂണിക്കേഷൻ. പെരുമാറ്റങ്ങളെ ക്രമീകരിക്കൽ സാമൂഹികമായ നിലനിൽപ്പിൽ വ്യവഹാര വിനിമയങ്ങൾ ഒട്ടേറെ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം ഒരിടത്ത് തുലനം ചെയ്യുമ്പോഴാണ് ആ സമൂഹത്തിന് ശാന്തി ഉണ്ടാവുക. സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം കുടുംബമായിരിക്കെ സാമൂഹിക സുസ്ഥിതിയുടെയും ശാന്തിയുടെയും അടിസ്ഥാനവും കുടുംബം തന്നെയാണ്. കുടുംബം എന്ന വ്യവസ്ഥയ്ക്ക് സാമൂഹ്യ ശാന്തിക്കായുള്ള സംഭാവനകൾ നൽകാൻ കഴിയണമെങ്കിൽ കുടുംബത്തെ രൂപീകരിക്കുന്ന അതിലെ ഘടകങ്ങൾക്കും ശാന്തിയുടെ തുലനതയുടെ ഒരു അടിസ്ഥാന ജനിതക വിന്യാസം ഉണ്ടായിരിക്കണം. ഇത് നമുക്ക് കാണാൻ പാകത്തിൽ വെളിപ്പെടുത്തുന്നത് നമ്മുടെ പെരുമാറ്റങ്ങളിലാണ്. ഈ പെരുമാറ്റത്തെ ക്രമീകരിക്കുക വഴിയാണ് നമ്മുടെ അകവും പുറവും ഉള്ള വിന്യാസങ്ങളെ നമുക്ക് ക്രമീകരിക്കാനാകുക. ഊർജാവബോധം, സാർവലൗകിക സ്നേഹം, ചിരകാല ബന്ധം, സൗഹൃദ വചനങ്ങൾ, സ്വീകാര്യത, കരുണാമയ പെരുമാറ്റം എന്നിവ പെരുമാറ്റത്തിൽ നിലനിർത്തുകയാണ് നാം ഈ പാഠകാലത്ത് പരിശീലിക്കേണ്ടത്. ഇതാണ് ഓർഡറിംഗ് ബിഹേവിയർ എന്നുള്ള കാര്യത്തിൽ നമ്മൾ പരിശീലിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതൊരു പരിശീലനത്തിന്റെ വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നതെന്ന് അറിയാമല്ലോ. അപ്പോ ഈ വിനിമയവും സഹകരണവും എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വിനിമയം എന്ന് പറയുന്ന ആ ഒരു കാര്യം, പരസ്പരം കൊടുക്കലും വാങ്ങലും, ഏതൊരു ചലനാത്മക വ്യവസ്ഥയും നിലനിൽക്കണമെങ്കിൽ അവയിൽ കൊടുക്കലും വാങ്ങലും നടന്നുകൊണ്ടിരിക്കണം. ആ വിനിമയം എന്നുള്ളത് പരിസരവുമായിട്ടുള്ള വിനിമയം, നിലനിൽപ്പിന്റെ ഇടവുമായിട്ടുള്ള വിനിമയം, ജീവസന്ധാരണം നടത്തുന്ന ഘടകങ്ങളുമായിട്ടുള്ള വിനിമയം, ഈ നിരന്തര വിനിമയം നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ സാമൂഹികമായിട്ടുള്ള നിലനിൽപ്പില് ഈ വ്യവഹാര വിനിമയങ്ങൾ, അതിന്റെ നിലനിൽപ്പിനായിട്ടുള്ള വിനിമയങ്ങൾ ഒട്ടേറെ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം ഒരിടത്ത് തുലനം ചെയ്യുമ്പോഴാണ് സമൂഹത്തിന് ശാന്തി ഉണ്ടാവുക. അതായത് വ്യത്യസ്ത ഇടങ്ങളിൽ അത് ബാലൻസ്ഡ് ആയി എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഒരിടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ, ഈ ആൽജിബ്രായിക് സം ഓഫ് ദ കറണ്ട് വിൽ ബി സീറോ എന്ന് പറയുന്നത് കേട്ടോ ക്രിസ്റ്റോഫ് ലോയില്. അതായത് ഒരു പ്രത്യേക ഇടത്ത് വരികയും പോവുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഒരുമിക്കും അവിടേക്ക് കറണ്ട് വരുന്നതും പോകുന്നതും കൂട്ടി നോക്കിയാൽ സീറോ ആയിരിക്കും. 50 വരുന്നു 50 പോകുന്നു എന്നാണെങ്കിൽ ഇവയുടെ ആകത്തുക 0 ആയിരിക്കും. 50 വരുന്നു 50 പോകുന്നു. അപ്പൊ രണ്ടും കൂടെ കൂട്ടിച്ചേർത്താൽ പ്ലസും മൈനസും കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ 0. അപ്പൊ ഇതുപോലെ ഒരിടത്ത് അവ വരുന്ന സമയത്ത്, ഒരിടത്തൂടെ കടന്നു പോകുമ്പോൾ അതിൽ വരവും പോക്കും തുല്യമാക്കുന്ന ഒരവസ്ഥ. കൊടുക്കലും വാങ്ങലും, വ്യവഹാരം എന്ന് പറയുന്നതിന്റെ വ്യവഹാര വിനിമയം എന്ന് പറയുന്നത് അതാണല്ലോ, കൊടുക്കലും വാങ്ങലും. എത്ര കൊടുക്കുന്നു അത്ര തന്നെ വാങ്ങുന്ന ഒരവസ്ഥ ഒരിടത്തുണ്ടാകുമ്പോഴാണ് ആ വ്യവസ്ഥയ്ക്ക് തുലനത ഉണ്ടാവുക, അല്ല ആ ബിന്ദുവിന് തുലനത ഉണ്ടാവുക. അതുപോലെ എല്ലാ ബിന്ദുക്കളും തമ്മിൽ ഏകീഭാവത്തിലായിരിക്കുന്ന സമയത്താണ് ആ സമൂഹത്തിന് ശാന്തി ഉണ്ടാവുക. ഇതിങ്ങനെ പലയിടങ്ങളിൽ പലതരത്തിലുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുന്നതെങ്കിൽ, പല താളത്തിലാണ്, പല ഹാർമണിയിലാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നതെങ്കിൽ അവിടെ ശാന്തി ഉണ്ടാവില്ല. അവിടെ ഒച്ചയനക്കങ്ങൾ ഉണ്ടാവും. എല്ലാം ഒരുപോലെ ഒരേ ഹാർമണിയിലാണ് ഉണ്ടാവുന്നത്, ഒരു പോയിന്റിലാണ് അത് ഉണ്ടാവുന്നതെങ്കിൽ അവിടെ ശാന്തി ഉണ്ടാവും. സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം കുടുംബമായിരിക്കെ സാമൂഹിക സുസ്ഥിതിയുടെയും ശാന്തിയുടെയും അടിസ്ഥാനം കുടുംബം തന്നെയാണ്. അല്ലെ, നമ്മുടെ സമൂഹത്തിന് ശാന്തി ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. സമൂഹത്തിന് ശാന്തി ഉണ്ടാകുന്ന സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമായിട്ടുള്ളത് എന്താ? സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമായിട്ടുള്ളത് കുടുംബമാണ്. അപ്പൊ കുടുംബത്തിലാണ് ഈ സാമൂഹിക ബന്ധത്തിന്റെ ആ കണിക കാണുന്നത്. വ്യക്തിയിലല്ല അത് കാണുന്നത്, സാമൂഹിക ബന്ധത്തിലാണ് പാരസ്പര്യം എന്നുള്ള അവസ്ഥ ഉണ്ടാവുന്നത്. ഈ പാരസ്പര്യം എന്നുള്ള അവസ്ഥ പ്രകടമായി കാണുന്നത് കുടുംബത്തിലാണ്. ആ കുടുംബത്തിന് ശാന്തി ഉണ്ടാകുമ്പോഴാണ് ഈ സമൂഹത്തിന് ശാന്തി ഉണ്ടാവും. അപ്പൊ ഈ കുടുംബം എന്ന വ്യവസ്ഥയ്ക്ക് സാമൂഹ്യ ശാന്തിക്കായുള്ള സംഭാവനകൾ നൽകാൻ കഴിയണമെങ്കിൽ കുടുംബത്തെ രൂപീകരിക്കുന്ന ഘടകങ്ങൾക്ക് ശാന്തിയുടെ തുലനതയുടെ ഒരു അടിസ്ഥാന ജനിതക വിന്യാസം ഉണ്ടായിരിക്കണം. അത് കുടുംബത്തെ ഫോം ചെയ്യുന്ന ഘടകങ്ങളാണല്ലോ വ്യക്തികൾ. ഈ വ്യക്തികൾക്ക് ശാന്തിയുടെയും ബാലൻസിന്റെയും ഒരു തുലനത
ഉണ്ടായിരിക്കണം. അത് ഒരു ജനിതക വിനിമയം ആയിട്ട്, ജനിതക വിന്യാസമായിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന പോലെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കണം. ഈ ജനിതക വിന്യാസം പല രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു വ്യക്തിയിൽ ആ ജനിതക വിന്യാസം നമുക്ക് പല രൂപത്തിൽ കാണാൻ കഴിയും. ആ പല രൂപത്തിൽ കാണാൻ കഴിയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പെരുമാറ്റം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ക്രമം എന്നുള്ള സംഭവം നമുക്ക് ആ വ്യക്തിയുടെ പെരുമാറ്റത്തിൽ കാണാൻ കഴിയും. ഉറപ്പായിട്ടും ജനിച്ചതിന് ശേഷമുള്ള പലതരം ശീലങ്ങളിലൂടെയാണ് ഈ പെരുമാറ്റം എന്നുള്ളത് ചിട്ടപ്പെടുത്തപ്പെടുന്നത്. പക്ഷേ ആ ചിട്ടയിൽ തുടരാൻ അയാൾക്ക് കഴിയണമെങ്കിൽ അയാളുടെ പെരുമാറ്റം എന്നുള്ളത് ജന്മസിദ്ധമായി കിട്ടിയതായിരിക്കണം. ജന്മസിദ്ധമായി കിട്ടിയിട്ടുള്ള ഒരു ശേഷിയുടെ പുറത്ത്, ഫാക്കൽറ്റിയുടെ പുറത്ത് മാത്രമേ ഒരു ശീലത്തെ നമുക്ക് സ്ഥാപിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു വ്യക്തിയുടെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ അയാളുടെ വിനിമയ ശേഷി എന്നുള്ളത് എത്രത്തോളം ക്രമീകൃതമാണ് എന്നത് നമുക്ക് മനസ്സിലാവും. ഈ പെരുമാറ്റത്തെ ക്രമീകരിക്കുക വഴിയാണ് നമ്മുടെ അകവും പുറവുമുള്ള വിന്യാസങ്ങളെ നമുക്ക് ക്രമീകരിക്കാൻ കഴിയുക. കൃത്യമായിട്ട് ഒരാളുടെ പെരുമാറ്റത്തെ ക്രമീകരിക്കുന്നത് കൊണ്ടാണ് അയാളുടെ ബാഹ്യവ്യവസ്ഥയും ആന്തരിക വ്യവസ്ഥയും തമ്മിൽ, ആന്തരിക വ്യവസ്ഥയിലെ ഘടകങ്ങൾ തമ്മിൽ, ബാഹ്യവ്യവസ്ഥയിലെ സാഹചര്യങ്ങൾ തമ്മിൽ എല്ലാം ക്രമീകരിക്കാൻ കഴിയുക ഇയാളും ഇയാളുടെ പരിസരം എന്നുള്ള ബിഹേവിയറിനെ ക്രമീകരിക്കുക വഴിയാണ്. അപ്പൊ അതിന് ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഊർജത്തെ കുറിച്ചുള്ള അവബോധം. തനിക്ക് എത്ര വരുന്നു, തന്നിലേക്ക് എന്തൊക്കെ വരുന്നുണ്ട്, എത്രത്തോളം വിതരണം ചെയ്യുന്നുണ്ട്, തന്റെ അകത്ത് മനസ്സിന്റെ ഊർജം എത്രയാണ്, ശരീരത്തിന്റെ ഊർജം എത്രയാണ്, പിന്നെ താൻ ജീവിക്കുന്ന പരിസരത്തിന്റെ ഒരു ഊർജം എത്രയാണ്, താൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഊർജം എത്രയാണ് എന്ന് തുടങ്ങി ഊർജത്തെ കുറിച്ചുള്ള അവബോധം ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോ ഞാൻ ഒരു കാര്യത്തെ എന്താ പറയാ തള്ളാൻ പോവുകയാണ്. തള്ളാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് എത്രത്തോളം തള്ളാനുള്ള ആർജവമുണ്ട്, എത്രത്തോളം തള്ളാനുള്ള ശേഷിയുണ്ട് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ബോധം ഉണ്ടായിരിക്കണം. ഇല്ലാതെ ഞാൻ തള്ളിയാൽ എനിക്ക് ആ തള്ളൽ നടക്കില്ല, ഞാൻ തളർന്നു പോവുകയും ചെയ്യും. അപ്പോൾ എന്റെ പെരുമാറ്റത്തില് ഞാൻ ഒരു കാര്യത്തെ തള്ളാൻ പോകുന്നുണ്ടെങ്കിൽ എന്റെ പെരുമാറ്റത്തിന് അത് പ്രകടമായിരിക്കണം. എത്രത്തോളം അവിടെ അതിന് വെയിറ്റേജ് ഉണ്ടോ ആ വെയിറ്റേജിനനുസരിച്ചുള്ള പ്രഷർ നൽകാൻ പാകത്തിൽ എന്റെ പെരുമാറ്റത്തിന് ആ ഊർജം ഉണ്ടായിരിക്കണം. അതുപോലെ ഞാൻ ചെയ്യുന്ന ഏത് കാര്യത്തെക്കുറിച്ചും എനിക്ക് എന്റെ ശരീരത്തിനകത്തുള്ള ഊർജം, എന്റെ മനസ്സിനകത്തുള്ള ഊർജം, എന്റെ ജീവിതത്തിലെ ഊർജം, എന്റെ കയ്യിലുള്ള ദ്രവ്യത്തിന്റെ ഊർജം, എന്റെ സാഹചര്യത്തിന്റെ ഊർജം, ഈ ഊർജത്തെക്കുറിച്ചുള്ള അവബോധം നമുക്കുണ്ടായിരിക്കണം. ഈ അവബോധം പെരുമാറ്റത്തിലൂടെയാണ് പ്രകടമാകേണ്ടത്. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പഠിക്കുന്നതാണ്. പിന്നെ സാർവലൗകിക സ്നേഹം, സർവ്വതിനുമുള്ള ആ സ്നേഹം എന്നുള്ളത് പ്രകടമാകുന്നത്. സ്നേഹം എന്ന് പറയുന്നത് ഒഴുകി പോകുവാനുള്ള സ്നേഹമാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ചില വ്യക്തികളുടെ സ്നേഹം കാണാം. നമ്മളോട് ഭയങ്കര സ്നേഹമായിരിക്കും, നമ്മുടെ ഇപ്പുറത്തും അപ്പുറത്തുള്ളവരോട് സ്നേഹം ഉണ്ടാവില്ല. മക്കളോട് സ്നേഹം, എന്റെ മക്കളോട് സ്നേഹം, മറ്റേ പട്ടിയുടെ മക്കളോടും പൂച്ചയുടെ മക്കളോടും സ്നേഹമില്ല, അവരോടൊക്കെ നമുക്ക് വെറുപ്പായിരിക്കും ഉണ്ടാവും. ഇത് കാണുമ്പോൾ തന്നെ, ആ വിവേചനം കാണുമ്പോൾ തന്നെ ഇവരുടെ സ്നേഹം എന്നുള്ളത് ബയസ്ഡ് ആണെന്ന് അറിയാൻ പറ്റും. ആ അവസ്ഥ എന്ന് പറയുന്നത് പ്രകൃതിയുമായി സുതാര്യതയിലാകുന്ന ഒരു അവസ്ഥയല്ല. അവിടെ വിവേചിതമായിട്ടുള്ള സ്നേഹമാണ്. വിവേചിത സ്നേഹം എന്ന് പറയുന്നത് പ്രകൃതിയുടെ ആ ഒഴുക്കിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ സാർവലൗകിക സ്നേഹം ഉണ്ടായിരിക്കണം. ആ സാർവലൗകിക സ്നേഹം എന്നുള്ളത് പെരുമാറ്റത്തിൽ ഉണ്ടായിരിക്കണം. അത് നമ്മൾ പരിശീലിക്കേണ്ടതുണ്ട്. പിന്നെ ചിരകാല ബന്ധം എന്നുള്ളത്, നമ്മളിപ്പോ ഒന്നുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായെന്ന് വെച്ചാൽ കുറച്ചു നേരത്തേക്ക് കണക്ഷൻ, അത് കഴിഞ്ഞാൽ കണക്ഷൻ ഇല്ല എന്നുള്ള അവസ്ഥ. ബന്ധമുണ്ടാവുക എന്നുള്ളത് ശരിക്കും ഹാർമണിയുടെ അനുരൂപണത്തിലേക്ക് ചേർന്ന് കൊണ്ടുപോകുന്നതാണ്. അത്തരത്തിലുള്ള ആ ഒരു അനുരൂപണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പെർമനന്റ് ആയിരിക്കും. ഈ വൺസ് എ സ്കൗട്ട് ഓൾവേസ് എ സ്കൗട്ട് എന്ന് പോലെ, ഒരിക്കൽ ജ്ഞാനിയായവൻ എന്നും ജ്ഞാനിയാണെന്ന് പറയുന്നത് പോലെ, ഒരിക്കൽ അനുരൂപണത്തിലായി കഴിഞ്ഞാൽ, ബന്ധുവായി കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധം എന്നും നിലനിൽക്കുന്നതാണ് പ്രകൃതിയുടെ ഒരു രീതി. പ്രകൃതിയുടെ അനുരൂപണം ആ രൂപത്തിലാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പെരുമാറ്റം നമ്മൾ ശീലിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് അതിന്റെ പ്രകടനമാണ് സൗഹൃദ വചനങ്ങൾ എന്നുള്ളത്. ഒരാളോടൊരു കാര്യം സംസാരിക്കുകയോ പറയുകയോ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ യുദ്ധത്തിന് പോകുന്ന പോലെ കൗണ്ടർ ചെയ്ത് സംസാരിക്കേണ്ട അവസ്ഥയില്ല. മൃദുവായ വാക്യങ്ങളിലൂടെ, മൃദുവായ വചനങ്ങളിലൂടെ നമുക്ക് അവിടെ അനുരൂപണം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. സത്യത്തിൽ അത്തരത്തിലാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാത്തിനോടും നമ്മൾ അത്തരത്തിൽ നിൽക്കുന്ന ഒരു നിലപാടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ വിനിമയം എന്നുള്ളത് വളരെ കൃത്യമായി മാറുക. അതുപോലെ ഒന്നാണ് ഇപ്പൊ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന പോലെ ഇങ്ങോട്ട് കൊടുക്കുന്ന, ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാലും, ഇപ്പൊ അല്പം പൗരുഷമായിട്ടൊരു വചനം വന്നാലും, അല്പം പൗരുഷമായിട്ടുള്ളൊരു പെരുമാറ്റം വന്നു കഴിഞ്ഞാലും അതിനെ സ്വീകരിക്കുന്ന ഒരവസ്ഥ. നമ്മൾ ഏത് അവസ്ഥയിലാണെങ്കിലും അതിനെ സ്വീകരിക്കുന്ന ഒരവസ്ഥ, സ്വീകാര്യത എന്നുള്ള ഒരവസ്ഥ. അതുപോലെ തന്നെ ഈ നേരത്തെ നമ്മൾ സൗഹൃദ വചനങ്ങൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്ന കാര്യം പറഞ്ഞാൽ അതിൽ കരുണാമയമായ പെരുമാറ്റം എന്നുള്ളൊരവസ്ഥ. ഇങ്ങനെയുള്ള ഈ പെരുമാറ്റത്തിലെ സോഫ്റ്റനിങ് എലമെന്റുകൾ
പെരുമാറ്റത്തിന് നമ്മൾ എല്ലാമായിട്ടും ചേർന്ന് പോകുന്ന ആ ഗുണങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഉറപ്പായിട്ടും ഇത് ജന്മസിദ്ധമായി കിട്ടുന്നതാണ്. ജന്മസിദ്ധമായി കിട്ടുന്ന ശേഷികൾ നമുക്ക് അകത്തുണ്ടെങ്കിൽ മാത്രം പരിശീലിച്ചാൽ ഡെവലപ്പ് ചെയ്തു വരുന്നതാണ് ഞാൻ ഈ പറഞ്ഞ പെരുമാറ്റത്തിന്റെ ഗുണങ്ങൾ. ഇത്ര മാത്രമല്ല പെരുമാറ്റങ്ങൾ, ഒട്ടേറെ പെരുമാറ്റങ്ങളുണ്ട്. പ്രത്യേകിച്ചും PSP ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പെരുമാറ്റ നിയന്ത്രണങ്ങൾ, പെരുമാറ്റ വ്യതിയാനങ്ങൾ നമുക്ക് കൊണ്ടുവരുത്താൻ കഴിയും. ഇപ്പൊ ശുഭദാമ്പത്യം പ്രാക്ടീസ് ചെയ്യുന്ന 6 ദിവസം നമ്മൾ പറയുന്ന ശുഭദാമ്പത്യത്തിന്റെ 6 ദിവസങ്ങളിൽ നമ്മൾ പെരുമാറുന്ന പെരുമാറ്റങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഈ തരത്തിലുള്ള പെരുമാറ്റങ്ങൾ വഴിയാണ് നമ്മൾ നമ്മുടെ ആ വിനിമയത്തെ ക്രമീകരിക്കുന്നത്. ദമ്പതികൾക്കിടയിലുള്ള വിനിമയം എന്ന് പറയുന്നതിലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഓരോരുത്തരുടെയും എന്റെയും നിന്റെയും ഊർജത്തെ കുറിച്ചുള്ള അവബോധം, നിന്നോടും നിന്റെ ചുറ്റുപാടും ഉള്ള കാര്യങ്ങളോടുമുള്ള സാർവലൗകികമായ സ്നേഹം, നിന്നോടുള്ള ചിരകാല ബന്ധം, നിന്നോടുള്ള സൗഹൃദ വചനം, നിന്നോടുള്ള സ്വീകാര്യത, നിന്നോടുള്ള കരുണാമയമായ പെരുമാറ്റം എന്നിവ ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്കെന്റെ ഇണയുമായി, എനിക്ക് നീയുമായി ഒത്തുചേർന്ന് പോകാൻ കഴിയുക എന്നുള്ളത് ഒരു ദമ്പതിക്ക് ബോധ്യമാകേണ്ടതുണ്ട്. ഇത് ഇണയുമായി വിനിമയം ചെയ്യപ്പെടാൻ കഴിയേണ്ടതുണ്ട്. അവിടെയാണ് അവർക്ക് സാങ്കേതികമായും ആത്മീയമായും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ വിനിമയം ചെയ്തുകൊണ്ട് നിൽക്കാൻ കഴിയുക. അങ്ങനെ ഈ പെരുമാറ്റത്തെ ക്രമീകരിച്ചു കൊണ്ടാണ് ഈ വിനിമയത്തെ ക്രമീകരിക്കുക എന്നുള്ള പ്രോസസ്സ് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ ഇതാണ് വിനിമയ സഹകരണം എന്നുള്ള പാഠത്തിലെ ഇന്നത്തെ സൂചന. അത്തരത്തിൽ പെരുമാറ്റത്തെ ക്രമീകരിക്കാനുള്ള ശ്രദ്ധ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.